ജി സുധാകരനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തപാൽ ബാലറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. IPC 465, 468, 471 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് വരുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇക്കാര്യത്തിൽ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയിരുന്നു, പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും ഇപ്പോൾ കേസ് എടുത്തിരിക്കുക. മാത്രമല്ല, ഇന്നലെ ജി സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, ഭാവന കൂട്ടി കലർത്തി പറഞ്ഞതാണെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്താണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? ജി സുധാകരനെതിരെ ഇപ്പോൾ ആലപ്പുഴ പോലീസ് കേസെടുത്തിരിക്കുന്നു. തപാൽ വോട്ടിൽ കൃത്രിമം കാണിച്ചു എന്ന പരാമർശവുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ ആലപ്പുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇത് വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിൽ ജി സുധാകരൻ തന്നെ പറയുകയും ചെയ്തു, ഇത്തരത്തിലൊരു കൃത്രിമത്വം താൻ നടത്തിയിട്ടില്ല, പ്രസംഗമധ്യേ അല്പം ഭാവന കൂട്ടി പറഞ്ഞതാണ് എന്നതാണ്. മാത്രമല്ല, മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ തെറ്റായ ചില പ്രതികരണങ്ങൾ, തെറ്റായ ചില പ്രസ്താവനകൾ, തൻ്റെ പ്രസ്താവനകളെ വളച്ചൊടുക്കുകയും ചെയ്തു എന്ന് കൂടി ജി സുധാകരൻ പറയുകയും ചെയ്തു. ഇപ്പോൾ ഷാജഹാൻ ചേരുകയാണ് ആലപ്പുഴയിൽ. ഷാജഹാൻ, എന്താണ് കേസിന്റെ വിവരങ്ങൾ? സിജു, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി ജി സുധാകരൻ ആലപ്പുഴയിലെ ഒരു പരിപാടിയിൽ ഇത്തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തി എന്നുള്ളതായിരുന്നു മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജി സുധാകരന് എതിരായിട്ട് ഈ പ്രസ്താവനകൾ പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം നടത്തുകയും അമ്പലപ്പുഴ തഹസിൽദാർ വന്ന് ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ മൊഴി രേഖപ്പെടുത്തി കളക്ടർക്ക് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി കൂടിയായ ജി സുധാകരനെതിരെ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ, 3 വകുപ്പുകൾ പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ, അതായത് കൃത്രിമ രേഖ ചമയ്ക്കൽ, വിശ്വാസവഞ്ചന, ഇത്തരം കാര്യങ്ങളൊക്കെ ചുമത്തിക്കൊണ്ടുള്ള ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിലേക്കായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോകുക. ഇതിപ്പോൾ ഷാജഹാൻ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമികമായ ഒരു അന്വേഷണം, അതിന്റെ ഭാഗമായിട്ടാണ് തഹസിൽദാർ അടക്കം ചെന്ന് സുധാകരന്റെ മൊഴിയെടുക്കുകയും ചെയ്തത്. സമാന്തരമായി തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ വരികയും ചെയ്യുക. ഒരുപക്ഷെ ഇത്തരത്തിലൊരു സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ജനിപ്പിക്കുന്ന പ്രസ്താവനകൾ ഉണ്ടായാൽ ഇലക്ഷൻ കമ്മീഷൻ അത് സംബന്ധിച്ച അന്വേഷണം നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പോലീസിനോട് നിർദ്ദേശിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. ഇത് ഉയർന്നു വരുന്ന മറ്റൊരു പ്രശ്നം, ഈ പരാമർശം, ഈ പ്രസ്താവന മാധ്യമങ്ങൾ വിവാദമാക്കിയതിന് പിന്നാലെ ജി സുധാകരൻ തന്നെ തൻ്റെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. താൻ ഈ പ്രസംഗമധ്യേ പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ബാലറ്റുകൾ കൃത്രിമം നടക്കാറുണ്ട് എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായി ഭാവന കൂട്ടി പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അത്തരത്തിലൊരു കൃത്രിമത്വം തൻ്റെ കൂടെ ഉള്ളവരോ നടത്തിയിട്ടില്ല എന്ന് കൂടി അദ്ദേഹം ഇന്നലെ നിലപാട് പറയുകയും ചെയ്തിരുന്നല്ലോ. തീർച്ചയായിട്ടും സിജു, അത് തന്നെയാണ് കാര്യം. ഇന്നലെ തഹസിൽദാർ മൊഴിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണെന്ന് പറയുകയും അതിനുശേഷം ചേർത്തലയിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും അത് ഒരു അല്പം അതിശയോക്തിക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞ ആ വേദിയിൽ പറയേണ്ട ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നുമാണ്. പക്ഷെ അതിൽ അടിസ്ഥാനമൊന്നുമില്ല എന്നാണ് ജി സുധാകരൻ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ മാധ്യമങ്ങൾ വിവാദമാക്കി വലിയ ചർച്ചാ വിഷയമാക്കിയതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു കേസ് എടുക്കുകയും ഇപ്പോൾ അതിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്.